മിന്നും ജയം നേടി അധികാരത്തിലെത്തുന്ന UDF മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ്. ഇത്തവണ കൂടുതൽ സീറ്റിൽ ജയിച്ചു എന്നതിന് പുറമെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലഭിച്ച പരിഗണന അത് ഇക്കുറിയും ഉണ്ടാകണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. മലപ്പുറത്തോടൊപ്പം കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളുടെ പ്രാതിനിധ്യം അത് ഉറപ്പാക്കണമെന്നൊരാവശ്യവും പാർട്ടിക്കുള്ളിലുണ്ട്. കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം പുതുമുഖങ്ങളാകും ഇത്തവണ മന്ത്രിക്കസേരകളിൽ ഉണ്ടാവുക എന്ന കാര്യവും ഉറപ്പാണ്. സരീഷ് PK വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവന് തുടക്കം മുതൽ ഒരു 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നിലും ഞങ്ങൾ ആർക്കുമേലും സമ്മർദ്ദം ചെലുത്തില്ല എന്ന് പറയുമ്പോഴും ലീഗ് അവരുടെ ആവശ്യങ്ങൾ കാര്യമായി തന്നെ ഉന്നയിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമാണ് മന്ത്രിസഭയിൽ പരിചയമുള്ളത്, മറ്റുള്ളവരെല്ലാം പുതുമുഖങ്ങളുമാണ്. അപ്പം നിലവിലെ ലീഗിൻ്റെ ഒരു സ്ഥിതി എന്താണ്? ലീഗ് 5 മന്ത്രിസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കൊന്നും ഇല്ലെന്നറിയുന്നു. മറ്റെന്തെങ്കിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ നിലവിലെ ലീഗിൻ്റെ വിലയിരുത്തൽ, ഒപ്പം തന്നെ മന്ത്രിമാർ പുതുമുഖങ്ങളായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കോഴിക്കോട്ടെയും കാസർഗോട്ടെയും പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കുകയാണെങ്കിൽ ആരൊക്കെ കൂടി മന്ത്രിസഭയിലേക്ക് എത്തും? കഴിഞ്ഞ ദിവസം പാണക്കാട് ചേർന്ന യോഗത്തിൽ 5 മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് അവിടെ നേതൃയോഗത്തിൽ ഉണ്ടായിരുന്നത്. ആ കാര്യം തന്നെയാണ് UDF യോഗത്തിലും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തത്. അതിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മുസ്ലിം ലീഗിന് വിജയിക്കാനായിട്ടുണ്ട്. ചില സീറ്റുകളിൽ കോൺഗ്രസിന് ഉൾപ്പെടെ നിർണായക ശക്തിയായി ആ മണ്ഡലങ്ങളിൽ ലീഗിന് മാറാൻ സാധിച്ചിട്ടുമുണ്ട്. ആ ലീഗിന്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ലഭിച്ചതിനാലാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പല മണ്ഡലങ്ങളിലും വിജയം നേടാനായത് എന്നുള്ള വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ്, അല്ലെങ്കിൽ 5 സീറ്റ് എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് കഴിഞ്ഞ യോഗത്തിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ ജയിച്ചു എന്നതിനപ്പുറത്തേക്ക് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 സീറ്റുകൾ അല്ലെങ്കിൽ 5 മന്ത്രിസ്ഥാനങ്ങൾ മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ കുറവ് വരുത്തേണ്ട കാര്യം നിലവിലില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടും അതുതന്നെയാണ്. നിലവിൽ മന്ത്രിസ്ഥാനത്തേക്ക് നോക്കിയാൽ കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് മുൻപ് മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടുള്ളത്. മറ്റാരും തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് നിലവിൽ ജയിച്ചിട്ടുള്ള MLA-മാരിൽ ആരും തന്നെ മന്ത്രിയായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്ററി പാർട്ടി നേതാവായി PK കുഞ്ഞാലിക്കുട്ടിയെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പാണക്കാട് ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുൻപ് അദ്ദേഹം ഉണ്ടായിരുന്ന വ്യവസായ IT വകുപ്പുകൾ തന്നെ അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യത തെളിയുന്നത്. അതിനപ്പുറത്തേക്ക് ആരൊക്കെ മന്ത്രിയാകും എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ രണ്ടാമനായി എത്താനുള്ള സാധ്യത PK ബഷീറാണ്. PK ബഷീർ 3 തവണ നിയമസഭയിൽ അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ PK ബഷീറിലേക്കായിരിക്കും രണ്ടാമതായി ഒരു പേര് പോവുകയാണെങ്കിൽ PK ബഷീറിനുള്ള സാധ്യത ഏറെയാണ്. അതിനുശേഷം പാണക്കാടുള്ള ചർച്ചയിൽ വന്നത് KM ഷാജി MLA-യുടെ പേരാണ്. നേരത്തെ അഴീക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. പിന്നീട് 5 വർഷം അദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്ന് മാറി നിൽക്കേണ്ടി വന്നു. കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ KM ഷാജിക്ക് MLA സ്ഥാനം നൽകണം എന്നുള്ളതാണ്. അപ്പോൾ 3ാം സ്ഥാനക്കാരനായി, അല്ലെങ്കിൽ 3ാമത്തെ പേരായി KM ഷാജിയുടെ പേരാണ് ഉയർന്നു വന്നത്. അതോടൊപ്പം 4ാം സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ 4ാമതൊരു പേര് പാലക്കാട് നിന്ന് N ഷംസുദ്ദീൻ്റെയാണ്. മലപ്പുറത്തിനപ്പുറത്തേക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ N ഷംസുദ്ദീൻ വേണം എന്നുള്ള പേരാണ് നൽകുന്നത്. ഇനി 5ാം മന്ത്രി ലഭിക്കുകയാണെങ്കിൽ അവിടെയാണ് കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് പറയുന്നത്. കോഴിക്കോട് ആണെങ്കിൽ പാറക്കൽ അബ്ദുള്ളയും അതോടൊപ്പം തന്നെ റസാഖ് മാസ്റ്ററുമാണ് പേരുകൾ ഉയർന്നു വരുന്നത്. കാസർഗോഡിന്റെ പ്രാതിനിധ്യമാണെങ്കിൽ AK അഷ്റഫ്, കഴിഞ്ഞ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയൊക്കെ ചെയ്ത AK അഷ്റഫിന്റെ പേരാണ്. അതിനപ്പുറത്തേക്കൊരു ചർച്ച പാർട്ടിക്കുള്ളിൽ തന്നെ വന്നത് വിദ്യാഭ്യാസ വകുപ്പ് ആര് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ, നേരത്തെ പ്രൊഫസറൊക്കെ ആയിരുന്ന, HOD ഒക്കെ ആയിരുന്ന ആബിദ് ഹുസൈൻ തങ്ങളെ മന്ത്രിയാക്കണം എന്നൊരു ചർച്ച കൂടി ലീഗിനുള്ളിൽ വരുന്നുണ്ട്. ഓക്കെ സരീഷ്, ശരി.